നമസ്കാരം. വോട്ട് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ വിശേഷം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സ്വന്തം പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. 1939 പിണറായിയിൽ നടന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആരംഭിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് പന്തലിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ സർക്കാരുണ്ടാക്കി. തുടർന്ന് ഇങ്ങോട്ട് പാർട്ടിയുടെ തേരോട്ടമായിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CPM തുടർച്ചയായ രണ്ടാം ഭരണവും കഴിഞ്ഞ് മൂന്നാം ഭരണത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇപ്പോൾ ആത്യന്തികമായി വൻ തകർച്ച നേരിടുകയാണ് CPM. ആലപ്പുഴയും കണ്ണൂരുമാണ് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ അടിത്തറ. കേരളം മുഴുവൻ പടർന്നു പന്തലിച്ച CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അടിത്തറയിൽ നിന്നുള്ള വളർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് പൊട്ടിത്തെറികളും ഒരുപാട് തമ്മിൽ തല്ലുകളുമായി പാർട്ടി ഭരണത്തിന്റെ മൂന്നാം മുഴത്തിലേക്ക് പോകുമ്പോൾ ആകെ അങ്കലാപ്പിലാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ ഉണ്ടായ പൊട്ടിത്തെറി പാർട്ടിയെ സംബന്ധിച്ച് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അയാൾ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ആ രീതിയിൽ അയാളെ പാർട്ടി ആക്കും. ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന MV രാഘവന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി CMB ഉണ്ടാക്കിയെങ്കിൽ പോലും അതുപോലൊരു തലയെടുപ്പോടുകൂടി രാഷ്ട്രീയത്തിൽ ആ പാർട്ടിക്ക് തുടരുന്നതിന് സാധിച്ചിട്ടില്ല. MV രാഘവന്റെ മരണശേഷം ആ പാർട്ടിയും ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന നിലയിലാണ്. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ തിരിച്ചടി എന്നോണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ അങ്കലാപ്പിലാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിലാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും തിരിച്ചടി ഉണ്ടാകും എന്ന ഭയത്തിലാണ്. നിലവിൽ കണ്ണൂരിൽ 11 സീറ്റിൽ 9 CPM-ന്റെ കയ്യിലാണ്. എന്നാൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ പൊട്ടിത്തെറി വരുന്ന ഇലക്ഷനെ എങ്ങനെ ബാധിക്കും എന്നറിയാതെ കുഴങ്ങുകയാണ് CPM നേതൃത്വം. പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇലക്ഷന് നേരിടേണ്ടതും പാർട്ടിക്ക് ഇന്നത്തെ കാലത്ത് യാതൊരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതും പാർട്ടിയുടെ ഉത്തരവാദിത്വമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിയർപ്പൊഴിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കുന്ന ജില്ലയിലാണ് ഈ പൊട്ടിത്തെറി. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കാവുന്ന ആഘാതം ചില്ലറയുമല്ല. എന്ന് പറഞ്ഞ് UDF അവിടെ സുരക്ഷിതമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ K സുധാകരനുണ്ടാക്കിയ മുറുമുറുപ്പും ബഹളവും UDF-നുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അതിൽ നിന്ന് UDF-ന് ഇതുവരെ കരകയറാനും കഴിഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് UDF-ന് അല്പമെങ്കിലും മുൻതൂക്കം അവിടെ നൽകുന്നത്. കാരണം MB ആയിരുന്ന സുധാകരന് MLA ആവണം, കേരള മുഖ്യമന്ത്രിയാകണം എന്ന രീതിയിലുള്ള ആ പ്രശ്നങ്ങൾ, അപ്പോഴുണ്ടാക്കിയ പ്രശ്നങ്ങൾ UDF-ന് വൻ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്ന നിലയിൽ നിന്നും UDF-ന് ഒരുപാട് മുന്നേറാനൊന്നും ഇലക്ഷൻ പ്രവർത്തനത്തിൽ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പാർട്ടി മാറി എത്തിയവരെ സ്ഥാനാർത്ഥിയാക്കിയതിൽ UDF-ൽ മുറുമുറുപ്പുണ്ട്. എന്നാൽ പയ്യന്നൂരിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPM-ലെ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണ്. അത് UDF-ന് ചെറിയൊരു മുന്നേറ്റം തന്നെ നൽകിയിരിക്കുകയാണ്. കാരണം പയ്യന്നൂർ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ തന്നെ LDF-ന്റെ കയ്യിലാണ്. ഇപ്പോൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം LDF-നുണ്ട്. പയ്യന്നൂരിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മധുസൂദനൻ നിയമസഭയിലെത്തിയത് 1,50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ പാർട്ടി ഫണ്ട് വിവാദം ആകെ ഉലച്ചിരിക്കുകയാണ് പയ്യന്നൂരിനെ. കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം CPM-ന് ഏറ്റ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടുകൾ ചോരാതിരിക്കുന്നതിനുള്ള നടപടികൾ CPM കൈക്കൊള്ളുന്നുണ്ട്. എത്രത്തോളം വിജയിക്കുമെന്ന് ഇലക്ഷന് കാണാം.
നേതൃത്വത്തിന്റെ തെറ്റുതിരുത്താൻ ഒരോട്ട് എന്ന പ്രചരണവുമായാണ് കുഞ്ഞികൃഷ്ണൻ കളം പിടിച്ചിരിക്കുന്നത്. മധുസൂദനും കുഞ്ഞികൃഷ്ണനും ഏറ്റുമുട്ടുമ്പോൾ, പഴയ സഹചാരികൾ ഏറ്റുമുട്ടുമ്പോൾ ആ തീയിൽ ഉരുകുകയാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഫണ്ട് വെട്ടിപ്പിന് തെളിവായി കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ച കണക്കുകളെല്ലാം തെറ്റാണ് എന്ന് പാർട്ടി പറയുമ്പോൾ തന്നെ ശരിയായ കണക്കുകൾ അവതരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല. ഇതൊക്കെ പാർട്ടിക്ക് അവിടെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിയൊഴുക്കുകളും ക്രോസ് ഷോട്ടും നടക്കുന്ന പയ്യന്നൂരിൽ ആര് വിജയിക്കും കണ്ടറിയാം. 6 പതിറ്റാണ്ടോളം CPM-നോടൊപ്പം കൂടെ നടന്ന TK ഗോവിന്ദൻ ഇപ്പോൾ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തളിപ്പറമ്പിൽ. കാരണം മറ്റൊന്നുമല്ല, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് അവിടെ സീറ്റ് കൊടുത്തതിൽ അനൗചിത്യം കണ്ടെത്തിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും തമ്മിലുള്ള തളിപ്പറമ്പിലെ മത്സരം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. പക്ഷേ CPM-ന് അത് നെഞ്ചിൽ ഇടുത്തിയാണ്. UDF-നും അവിടെ വിമത സ്ഥാനാർത്ഥിയുണ്ട് എന്നത് മാത്രമാണ് CPM-ന്റെ ആശ്വാസം. ആ വിമത സ്ഥാനാർത്ഥി UDF-ന്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. BJP-ക്ക് അവിടെ മത്സരിക്കാം, പരമാവധി വോട്ട് സംഭരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അഴീക്കോട്, കൂത്തുപറമ്പ്, കണ്ണൂർ LDF-ന്റെ കോട്ടയാണ്. LDF-ന്റെ കയ്യിലാണ് ഈ മണ്ഡലങ്ങൾ. പക്ഷേ ഇത്തവണ അവിടെ കടുത്ത പോരാട്ടമാണ്. പേരാവൂരിലെയും ഇരിക്കൂറിലെയും സ്ഥിതി UDF-നും അത്ര സുരക്ഷിതമല്ല. സുരക്ഷിതമായ മണ്ഡലങ്ങളായിരുന്നു ഇതൊക്കെ UDF-ന്. പക്ഷേ ഇപ്പോൾ അവിടെയും ശക്തമായ മത്സരങ്ങളാണ് UDF-ന് നേരിടേണ്ടി വരുന്നത്. 2021-നേക്കാൾ നേട്ടം UDF-നുണ്ടാകും എന്ന് UDF വിശ്വസിക്കുമ്പോഴും LDF നിലവിലുള്ള സീറ്റുകളിൽ ഭദ്രമാണ് എന്നാണ് അവരുടെ അവകാശവാദം. NDAയെ സംബന്ധിച്ച് കണ്ണൂരിൽ സീറ്റുകളൊന്നും ഉറപ്പില്ല. പക്ഷേ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമവുമായി അവരും മത്സരരംഗത്ത് ശക്തമായുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.